എല്ലാവർക്കും സ്ക്രാച്ചിൻ്റെ പുതിയ പ്രവർത്തനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിലൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് സ്പ്രൈറ്റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാറ്റ് അതുപോലെ തന്നെ ഒരു ഡക്കുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ നമ്മളിവിടെ രണ്ട് ഷേപ്പിലുള്ള സ്പ്രൈറ്റിനെ വരയ്ക്കുന്നു. ഒന്നിനകത്ത് കാറ്റ് എന്നും ഒന്നിനകത്ത് ഡക്ക് എന്നും എഴുതും. നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഒരു സ്കോർ കിട്ടുന്ന രീതിയിലും തെറ്റായി മാച്ച് ചെയ്യുകയാണെങ്കിൽ മൈനസ് സ്കോർ കിട്ടുന്ന രീതിയിലാണ് ആക്ടിവിറ്റി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളൊരു പുതിയ സ്പ്രൈറ്റ് വരയ്ക്കാൻ വേണ്ടി ഇവിടെയുള്ള പെയിൻ ന്യൂ സ്പ്രൈറ്റ് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ എലിപ്സ് ടൂൾ എടുത്ത് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇതിന് അകത്ത് നിറം നമുക്കൊരു യെല്ലോ കളർ ഫില്ല് ചെയ്യാം. ബക്കറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു യെല്ലോ കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഷേപ്പിൽ രണ്ടെണ്ണം ആവശ്യമാണ്, രണ്ട് സ്പ്രൈറ്റ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഞാനിവിടെ താഴെ സ്പ്രൈറ്റ് 1ൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. രണ്ട് സ്പ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നിനകത്ത് ഡക്ക് എന്നും ഒന്നിനകത്ത് കാറ്റ് എന്നും എഴുതണം. പിന്നെ ഒന്നാമത്തെ സ്പ്രൈറ്റ് സെലക്ട് ചെയ്യുന്നു. അതിൽ കോസ്റ്റ്യൂമിനകത്ത് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് അതിനകത്ത് ഞാൻ കാറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ കളർ എനിക്ക് ഡാർക്ക് ബ്ലൂ ആണ് വേണ്ടത്. അതിനുശേഷം ഇതിനെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നീക്കി വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു സ്പ്രൈറ്റ് സെറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ സ്പ്രൈറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ കോസ്റ്റ്യൂമിനകത്ത് ടെക്സ്റ്റ് എടുത്ത് നമ്മൾ ഡക്ക് എന്നും ടൈപ്പ് ചെയ്യുന്നു. ഡക്ക് എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ അതിൻ്റെ നിറം കൊടുക്കുന്നത് ഒരു റെഡ് കളറാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ട് സ്പ്രൈറ്റ് ഇവിടെ വരച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 4 സ്പ്രൈറ്റുകളുണ്ട്, 2 ക്യാരക്ടേഴ്സും പിന്നെ അവയുടെ പേര് ഉൾപ്പെട്ട 2 സ്പ്രൈറ്റ് നമ്മൾ വരച്ചുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിൽ നീക്കി വയ്ക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ നീക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ശേഷമുള്ള കോഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാറ്റിൻ്റെയും ഡക്കിൻ്റെയൊക്കെ പൊസിഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കാറ്റ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ഫ്ലാഗ് ക്ലിക്ക്ഡ് മോഷനിൽ ഗോ ടു കോഡ് വയ്ക്കുന്നു. ഇതേപോലെ തന്നെ ഡക്കിന് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെയും ക്ലിക്ക് ഇവൻറ്റിനുള്ള ഗോ ടു കോഡ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡക്കും കാറ്റും ആ പൊസിഷൻ സെറ്റായിട്ട് നിന്നോളും. ഇനി നമുക്ക് വേണ്ടത് ഒരു വാരിയബിൾ സെറ്റ് ചെയ്യണം. ഡാറ്റയിൽ പോയിട്ട് മേക്ക് വാരിയബിളിൻ്റെ പേര് സ്കോർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്കോർ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കോർ എപ്പോഴും 0 ആയിരിക്കണം. നമുക്കത് വേണമെങ്കിൽ ഈ സ്പ്രൈറ്റിൽ സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റേജിൽ പോയിട്ടും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്പ്രൈറ്റിലാണ് സെറ്റ് ചെയ്യുന്നത്. ഈ കോഡിനോട് കൂടെ സെറ്റ് സ്കോർ 0 എന്ന കോഡും ചേർത്ത് വയ്ക്കുന്നു. ഓക്കെ, നമുക്കിനി കാറ്റിൻ്റെ പ്രധാന കോഡുകൾ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇവൻറ്റ്സിൽ പോയിട്ട് വെൻ ദിസ് സ്പ്രൈറ്റ് ക്ലിക്ക്ഡ് എന്ന കോഡ് യൂസ് ചെയ്യുന്നു. ഈ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇനി ആക്ടിവിറ്റീസ് വേണ്ടത്. അപ്പോൾ നമ്മൾ കൺട്രോളിനകത്ത് പോയിട്ടുള്ള ഇഫ് കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടീഷൻ എഴുതുന്നത് കളർ സെൻസിങ് വഴിയാണ്. ഇപ്പോൾ സെൻസിങ് എടുത്ത് ഇതിനകത്ത് കളർ ഈസ് ടച്ചിങ് കളർ എന്ന കോഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ പൂച്ചയുടെ കളർ ബ്രൗൺ സെലക്ട് ചെയ്യാം. അത് ഈ കാറ്റ് അഥവാ ഇവിടെ ഒരു ബ്ലൂ കളറാണ് കാറ്റ് എന്ന് എഴുതിയിട്ടുള്ളത്. ആ കളറിലേക്കാണ് സെൻസിങ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കളറിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാറ്റിൻ്റെ ബ്രൗൺ ഭാഗത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്യുന്നു. അപ്പോൾ ബ്രൗൺ കളർ ഈസ് ടച്ചിങ്. ഇവിടെ നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് ഈ ബ്ലൂ കളറാണ്. ബ്ലൂ കളർ ഇതിലേക്ക് കഴിഞ്ഞാൽ ഈ കോഡ് നമ്മൾ ഈ ഇഫ് കണ്ടീഷനകത്തേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണ്. ആൻസർ കറക്റ്റ് ആണെങ്കിൽ ലുക്സിനകത്ത് പോയിട്ട് സേ ഹലോ 2 സെക്കൻഡ്സ് എന്ന കോഡ് ഇവിടെ ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. അതിനകത്ത് ഹലോ എന്നത് മാറ്റി നമ്മൾ കറക്റ്റ് എന്ന് ആക്കുന്നു. ആൻസർ കറക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തെറ്റായി കഴിഞ്ഞാൽ നമുക്കത് ഒരു ഫോൾസ് ആയിട്ട് വരണം. അതിനുവേണ്ടി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ ബ്രൗൺ എന്നത് ടച്ച് ചെയ്യുന്നത് റെഡിലാണെങ്കിൽ അഥവാ ഡക്കിലാണെങ്കിൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്ലൂ കളർ സെലക്ട് ചെയ്ത് ഇവിടെ ഡക്കിൻ്റെ റെഡ് കളർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാകുമ്പോൾ കണ്ടീഷൻ കറക്റ്റായി. അതുപോലെ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്, ആ സ്ക്രിപ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് സ്റ്റോപ്പ് ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കൺട്രോളിനകത്ത് പോയിട്ടുള്ള സ്റ്റോപ്പ് ഓൾ എന്ന കോഡ് എടുത്തു കഴിഞ്ഞാൽ മൊത്തം പ്രോഗ്രാം സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് മാത്രം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ദിസ് സ്ക്രിപ്റ്റ് എന്ന കോഡ് യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്മൾ താഴെയും ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ സ്കോർ കൂടണം അല്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആണെങ്കിൽ സ്കോർ കൂടാൻ വേണ്ടിയിട്ട് ഡാറ്റയിൽ ചേഞ്ച് സ്കോർ ബൈ 1 എന്ന കോഡ് ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്കോർ വെച്ച് കൂടും. തെറ്റായി വെക്കുകയാണെങ്കിൽ സ്കോർ കുറയണം. അപ്പോൾ ചേഞ്ച് സ്കോർ ബൈ 1 എന്നുള്ളത് ഇവിടെയും ഡ്രാഗ് ചെയ്ത് വെക്കാം. ഇത് -1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് കൺട്രോളിനകത്തുള്ള 4 അവർ കോഡ് യൂസ് ചെയ്യാം. 4 അവർ കോഡ് വെക്കുന്നു. ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാറ്റിൻ്റെ ആണ് ചെയ്തത്. ഇത് നമുക്ക് ഡക്കിനും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ കോഡ് വീണ്ടും എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കോഡ് എടുത്ത് ഡ്രാഗ് ചെയ്ത് ഈ ഡക്ക് എന്ന സ്പ്രൈറ്റിന് മുകളിലേക്ക് ഒന്ന് സാവധാനം വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഡക്കിനും ഇതേ കോഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കണം. ഡക്കിൻ്റെ കളർ യെല്ലോ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് യെല്ലോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കറക്റ്റ് ആൻസർ വരേണ്ടത് റെഡ് കളറിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ബ്ലൂ സെലക്ട് ചെയ്തിട്ട് ഇവിടെ റെഡ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും നമ്മൾ ബ്രൗൺ മാറ്റി യെല്ലോ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മളിത് ക്ലിക്ക് ചെയ്ത് ഇത് ബ്ലൂ ആക്കി മാറ്റുന്നു. ഓക്കെ നമുക്കിനി പ്രോഗ്രാമിൽ ഒരു പ്രധാന കാര്യം ചെയ്യാനുണ്ട്. അതായത് നമ്മൾ മൗസ് പോയിന്റർ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസ് പോയിന്ററിൻ്റെ കൂടെ തന്നെ ഈ കാറ്റ് വരണം. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് മോഷനകത്തുള്ള ഗോ ടു മൗസ് പോയിന്റർ എന്ന കോഡ് എടുത്ത് നമ്മൾ ഈ ഫോർവേഡിനകത്ത് വെക്കുകയാണ്. ഇത് തന്നെ നമുക്ക് ഇവിടെ അടുത്ത കാറ്റിലും ഉൾപ്പെടുത്തണം. കാറ്റിലും ഗോ ടു മൗസ് പോയിന്റർ എന്ന കോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോഡിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫുൾ സ്ക്രീൻ ഇടുന്നു. അപ്പോൾ നമുക്ക് കാറ്റിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മൗസ് പോയിന്റിൻ്റെ കൂടെ കാറ്റ് വരുന്നുണ്ട്. സാവധാനം ഡ്രാഗ് ചെയ്ത് ഞാൻ കാറ്റിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് ഒന്ന് വരുന്നുണ്ട്. പക്ഷേ പൂച്ച വരുന്നത് ഈ പറയുന്ന സ്പ്രൈറ്റിന് പുറകിലാണ്. അപ്പോൾ നമുക്കത് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ചെയ്യണം. ഓക്കെ, നമുക്കിനി സ്കോറൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇത് ഫ്രണ്ടിലേക്ക് വരുത്താൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കോഡിൽ വന്നിട്ട് ലുക്സിനകത്ത് ഗോ ടു ഫ്രണ്ട് എന്ന കോഡ് എടുത്ത് നമ്മളിതിലേക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും സ്പ്രൈറ്റ് മുകളിലേക്ക് വരുന്ന രീതിയിലേക്ക് ആയി മാറും. ഓക്കെ, ഇനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം നമ്മൾ കാറ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് നമ്മുടെ മൗസ് പോയിന്ററിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇനി നേരെ ഈ കാറ്റ് എന്ന സ്പ്രൈറ്റിനകത്തേക്ക് വരുന്നു. ആ ബ്ലൂ കളർ ടച്ച് ചെയ്യുമ്പോൾ ആൻസർ കറക്റ്റ് എന്ന രീതിയിൽ വരും. ഓക്കെ, അടുത്ത് നമ്മൾ ഡക്കിനെ സെലക്ട് ചെയ്യുന്നു. ഡക്കിനെ സാവധാനം കൊണ്ടുവന്ന് നമ്മുടെ ഡക്ക് എന്ന ബോക്സിനകത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആൻസർ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്കോർ 2 സ്കോർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പല ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ആക്ടിവിറ്റികളുമായിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.